ഉക്രൈന് ഇനിയും സഹായം നൽകാൻ കഴിയില്ലെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ്. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ ജർമ്മനി ആവശ്യത്തിലധികം സഹായങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ബോറിസ് പറഞ്ഞു. ഉക്രൈന് US നിർമ്മിത പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്ന പദ്ധതിയിലേക്കുള്ള സഹായം ഇനിയില്ല എന്നാണ് ജർമ്മനി അറിയിച്ചിരിക്കുന്നത്. 2022 ജനുവരി മുതൽ 2025 ഒക്ടോബർ വരെ ഉക്രൈന് സൈനിക സഹായം നൽകാൻ ബെർലിൻ ചെലവാക്കിയത് $20 ബില്യൺ പണമാണ്. ജർമ്മൻ സൈനിക ശക്തിയുടെ 1/3 ഭാഗം ഉക്രൈന് കൈമാറിയിട്ടുണ്ടെന്നും ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു. ഇനിയങ്ങോട്ട് ഞങ്ങൾ ജർമ്മൻ സൈന്യത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലായിരിക്കും. ഞങ്ങളുടെ സൈനിക ശക്തി എത്രയും വേഗം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉക്രൈനുള്ള സഹായങ്ങളിൽ ഇനി കുറവുണ്ടാകുമെന്നാണ് ബോറിസ് പിസ്റ്റോറിയസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കണക്കുകൾ പ്രകാരം ഉക്രൈൻ ഏറ്റവും കൂടുതൽ ആയുധം വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് ജർമ്മനി. US-നാണ് 1-ാം സ്ഥാനം. എന്നാൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന പിന്തുണ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിന് കാരണമാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടയിലാണ് ജർമ്മൻ മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. അടുത്തിടെ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കുകയാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും പ്രതികരിച്ചിരുന്നു. അതേസമയം 2025 ഉക്രൈനിലേക്കുള്ള ജർമ്മനിയുടെ ആയുധ കയറ്റുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 2024 $9.73 ബില്യൺ മൂല്യമുള്ള ആയുധങ്ങളാണ് ജർമ്മനി ഉക്രൈന് കൈമാറിയത്. കഴിഞ്ഞ വർഷം ഇത് $1.34 ബില്യൺ കുറഞ്ഞു. ഉക്രൈന് $13.72 ബില്യൺ മൂല്യമുള്ള സൈനിക സഹായത്തിന് ജർമ്മൻ അനുമതി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകളും പീരങ്കികളും അടങ്ങുന്നതാണ് ഈ സൈനിക സഹായം. എന്നാൽ ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ബോറിസ് പിസ്റ്റോറിയസ് വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചില്ല എന്നാണ് വിവരം. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ UAE ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഏകദേശം 4 വർഷമായി തുടരുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ചകൾക്ക് തുടക്കമായത്. പ്രതിരോധ മന്ത്രി റെസം ഉമെറോവ് നേതൃത്വം നൽകുന്ന മുതിർന്ന സൈനിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവരാണ് ഉക്രൈൻ പ്രതിനിധി സംഘത്തിലുള്ളത്. റഷ്യയെ ഗ്രൂ ഇന്റലിജൻസ് മേധാവി ഇഗോർ കോസ്റ്റിക്കോവ് ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ സൈനിക പ്രതിനിധി സംഘമാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ചർച്ചകൾ ആരംഭിച്ചുവെങ്കിലും കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ നിന്നുള്ള ഉക്രൈൻ സൈന്യത്തിന്റെ പിന്മാറ്റം എന്ന കാര്യത്തിൽ റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഉക്രൈൻ സേന ഡോൺബാസിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവാങ്ങണമെന്ന വ്യവസ്ഥയിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ്. നിലവിൽ ഡോൺബാസ് മേഖലയുടെ 20% ഉക്രൈൻ നിയന്ത്രണത്തിലാണ്. റഷ്യയുടെ ഈ നിബന്ധനകൾ അംഗീകരിക്കാനാകില്ല എന്ന് ഉക്രൈൻ ആവർത്തിച്ചു. ദാവോസിൽ വെച്ചും ട്രംപും സെലൻസ്കിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ നയതന്ത്ര നീക്കം ശക്തമായത്. ചർച്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് താൻ പ്രത്യാശിക്കുന്നതായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞുവെങ്കിലും ഫലത്തെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനിടെ അമേരിക്കൻ ഉപരോധത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി കുറച്ചതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം പകുതിയിൽ പ്രതിദിനം 2 ലക്ഷം ബാരൽ ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് ഡിസംബർ ആയപ്പോഴേക്കും 1.21 ലക്ഷം ബാരലായി കുറച്ചിരുന്നു. ഇപ്പോഴിത് 1.1 ലക്ഷമാക്കി കുറച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരം അറേബ്യൻ എണ്ണയെ ആശ്രയിച്ചിരിക്കുകയാണ് ഇന്ത്യ. സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.10 ലക്ഷം ബാരലിൽ നിന്നും 9.24 ലക്ഷമാക്കി ഉയർത്തിയും ഇറാനിൽ നിന്നുള്ള ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചുമാണ് റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ആശ്രയത്തെ ഇന്ത്യ മറികടക്കുന്നത്. നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ പെട്രോൾ പമ്പ് ശൃംഖലയായ റിലയൻസ് ആയിരുന്നു റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. എന്നാൽ റിലയൻസും റഷ്യൻ എണ്ണയെ കൈവിട്ടതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഓയിൽ ബഹിഷ്കരിച്ചിരുന്നു. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി റഷ്യ എണ്ണവില ഗണ്യമായി കുറച്ചതായിരുന്നു ഇന്ത്യ റഷ്യൻ എണ്ണയിലേക്ക് മാറാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.